ക്ലിപ്പ് ഉദ്ഘാടനം മൂപ്പരാണ്. തുടങ്ങട്ടെ. ഇനി ഒരു കാര്യം പറയാനുള്ളത്, ബഹുമാനപ്പെട്ട മർഹൂം കണ്ണിത്തുസ്താദ് വരെ സമസ്തയുടെ പണ്ഡിതന്മാർ, പ്രഗത്ഭരായ പണ്ഡിതന്മാർ നീങ്ങി വന്നതാണ്. കണ്ണിത്തുസ്താദ് അവറുകളാണെങ്കിലോ അള്ളാഹുവിന്റെ അടുക്കൽ ഉന്നത സ്ഥാനമുണ്ടെന്ന് നാം വിശ്വസിക്കുന്ന ഒരു മഹാപണ്ഡിതനാണ്. അപ്പൊ കണ്ണിയത്തുസ്താദ് അള്ളാഹിന്റെ അടുത്ത് ഉന്നത സ്ഥാനമുണ്ടെന്ന് നാം വിശ്വസിക്കുന്നുണ്ട്. ആരായി നാം എന്ന് പറഞ്ഞാൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അടക്കമുള്ള മാറി നിന്ന ആളുകൾക്ക് ഇന്ന് വിശ്വാസം കണ്ണിയത്ത് അള്ളാഹിന്റെ അടുത്ത് ഉന്നതമായ സ്ഥാനം ഉണ്ടാവല്ലോ. എന്നിട്ടോ അള്ളാഹു അവിടുത്തെ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. കണ്ടോ, നിങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് കുത്തിത്തിരിപ്പ് നടത്തിയാണ് മരിച്ചതിന് ശേഷം ദറജ വർദ്ധിപ്പിക്കാൻ വരക്കുകയാണ്. ആ കാപ്പട്ടിയൊക്കെ നമ്മൾ തിരിച്ചറിയുന്നത് നല്ലത് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. ആ മഹാനായ കണ്ണിത്തുസ്താദ് അവർ, മറ്റൊന്ന് ശംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാർ, ഒരു പ്രഗത്ഭനായ പണ്ഡിതനാണ്. അപ്പൊ ശംസുൽ ഉലമ പ്രഗത്ഭനായ പണ്ഡിതനുമാണ്. എന്നെ ശംസുൽ ഉലമ പ്രഗത്ഭനായത് ആ ഡേറ്റ് എന്നുള്ള പറഞ്ഞാട്ടിക്കാന് എന്നെ കണ്ണിയത്തിന് അള്ളാഹിന്റെ അടുത്ത് ഉന്നത സ്ഥാനം ഉണ്ടായത്, ആ സ്ഥാനവും ആ പ്രാഗൽഭ്യവും ഈ രണ്ട് നേതാക്കന്മാർക്കുണ്ടെന്ന് ആദ്യം നിങ്ങൾ സമ്മതിച്ചിരുന്നെങ്കിൽ ഈ ഒരു കുത്തിത്തിരിപ്പ് ഇവിടെ ഉണ്ടാകുമായിരുന്നു. ഇന്ന് അവർ രണ്ടുപേരെയും അംഗീകരിച്ചിട്ടുണ്ട്. ബാക്കി ഞങ്ങളുടെ ഈ സ്റ്റേജിൽ പങ്കെടുക്കുന്ന പല പണ്ഡിതന്മാരും നേരിട്ടും അല്ലാതെയും മഹാനവറുകളുടെ ശിഷ്യഗണത്തിൽപ്പെടുന്നവരാണ്. അപ്പൊ ചുരുക്കത്തിൽ ആ സ്റ്റേജിലും സദസ്സിലുമുള്ള പലരും ഈ രണ്ട് മഹാന്മാരുടെ ശിഷ്യന്മാരുമാണ്. അവിടത്തോട് ഞങ്ങൾക്ക് ആദരവും ബഹുമാനവുമാണ്. ശരി, ഈ രണ്ടാളുകളോട് ഇവർക്ക് ആദരവുമുണ്ട്, ബഹുമാനവുമുണ്ട്. എന്റെ സദസ്സിലുള്ളവരും ഈ മുന്നിലിരിക്കുന്ന മൊയ്ലു ഫൈസി അടക്കം പലരും EK ഉസ്താദിന്റെ ശിഷ്യൻ. അപ്പൊ ആ സദസ്സിലുള്ള പലരും EK ഉസ്താദിന്റെ ശിഷ്യന്മാരുമാണ്. ഇനിയിപ്പോ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഈ രണ്ട് മഹാന്മാർക്കെതിരെ കുത്തിത്തിരിപ്പുണ്ടാക്കുക. ഈ രണ്ട് മഹാന്മാരെ നിങ്ങൾ ആദരിക്കുന്നെന്നും ബഹുമാനിക്കുന്നെന്നും ഇവർ രണ്ടുപേരും മഹാന്മാരാണെന്നും ഇന്ന് നിങ്ങൾ സമ്മതിച്ചിരിക്കുന്നു. ഈ പ്രസംഗം 1958 കാലഘട്ടത്തിൽ നിങ്ങൾ നടത്തിയിരുന്നെങ്കിൽ ഇവിടെ ഇങ്ങനെ മദ്രസ ഉണ്ടാകുമായിരുന്നു, പള്ളിക്ക് മുമ്പിൽ മറ്റൊരു പള്ളി ഉണ്ടാകുമായിരുന്നു, വാപ്പാനെ കണ്ടാൽ മിണ്ടാത്ത മക്കളുണ്ടാകുമായിരുന്നു, ഒരു ദിവസം നോമ്പും അതേ നാട്ടിൽ അതേ ദിവസം പെരുന്നാളും അങ്ങനെ ഉണ്ടാകുമായിരുന്നു. ഇത് നിങ്ങൾ ഉണ്ടാക്കിയതല്ലേ? അള്ളാഹുവിന്റെ കോടതിയിൽ ഇതിനെപ്പറ്റി പറയേണ്ടി വരുമെന്നും ഹിസാബുണ്ടെന്നും വയതു പറയുകയും സദസ്യരെ കരയിപ്പിക്കുകയും പറയുന്നവൻ ചിരിക്കുകയും ചെയ്യുന്ന പ്രസംഗങ്ങൾ നടത്തുന്നവർ ആലോചിക്കണം ഇതിന്റെ അവസാനം എവിടെ എത്തിച്ചേരുമെന്ന്. മാത്രമല്ല, ബഹുമാനപ്പെട്ട കണ്ണിയത്തുസ്താദിനെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്നുണ്ട്, ഇത് ഈ കാപ്പറ്റെ നമ്മൾ തിരിച്ചറിയാനാണ് ഞാൻ ഈ കാര്യം നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത്. ഇതിൽ വഞ്ചിതരാവാൻ പാടില്ല. ഈ മഹാന്മാരുടെ മദ്ഹ് പറയലോടുകൂടെ തങ്ങൾ അവരുടെ ആളുകളാണെന്ന് വർത്തമാന കാലഘട്ടത്തിലെ പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണിയത്തുസ്താദിനെ പറ്റി അദ്ദേഹം പറയുന്നത് കേൾക്കിങ്ങൾ. കണ്ണിയത്തുസ്താദ് അല്ലാഹു തആല അവിടുത്തെ ദർജ വർദ്ധിപ്പിക്കട്ടെ. നിങ്ങൾ മരിച്ച ശേഷം തലങ്ങും വിലങ്ങും വലക്കച്ചിട്ടിന്റെ ദർജ വർദ്ധിപ്പിക്കുക, ഹയാത്തുള്ള കാലത്ത് കുത്തിത്തിരിപ്പുണ്ടാക്കുക. ഞാൻ മഹാനവറുകളെ അങ്ങേയറ്റം ആദരിക്കുന്നു. ഞാൻ മഹാനവറുകളെ അങ്ങേയറ്റം ആദരിക്കുന്നു. അവിടെ പോയിട്ട് പൊരുത്തം വാങ്ങിയിട്ടുണ്ട്. കണ്ണിയത്തുസ്താദിന്റെ അടുത്ത് പോയിട്ട് പൊരുത്തം വാങ്ങിയിട്ടുണ്ട്. ആരെടുത്തുന്നാ പൊരുത്തം വാങ്ങല്? പൊരുത്തുള്ളവരൊക്കെ ആരെടുത്താ പൊരുത്തുള്ളത്? കണ്ണിയത്തുസ്താദിന്റെ അടുത്ത് പൊരുത്തുണ്ട്. അപ്പൊ ആ കണ്ണിയത്തുസ്താദിന്റെ ഇദ്ദേഹം പൊരുത്തം വാങ്ങിയിട്ടുണ്ട്. മർക്കസ് സഖാഫത്തെ സുന്നിയിൽ ഞങ്ങൾക്ക് ബിരുദാനന്ദ ബിരുദത്തിന് ക്ലാസ് തുടങ്ങിത്തരാൻ വേണ്ടി ഉദ്ഘാടനത്തിന് AP ഉസ്താദ് കൊണ്ടുവന്ന് ഞങ്ങൾക്ക് ആദ്യമായിട്ട് തുടങ്ങി തന്നത് കണ്ണിയത്തുസ്താദാണ്. അല്ലാഹു തആല അപ്പോ ഒന്നിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ മർക്കസ് സഖാഫത്തെ സുന്നിയിൽ അവർക്ക് ആദ്യമായി കിതാബ് തുടങ്ങി കൊടുക്കാൻ വേണ്ടി കാന്തപുരം കൊണ്ടുവന്നത് കണ്ണിയത്തുസ്താദിനെയാണ്. അപ്പൊ ചുരുക്കത്തിൽ ഈ കാലഘട്ടത്തിൽ ഇവർ മഹാന്മാരാണെന്ന് പ്രസംഗിച്ചു നടക്കുന്നവർ ആലോചിക്കണം, ഈ കാര്യം എന്തേ നിങ്ങൾ മറച്ചുവെച്ചത്? അല്ലെങ്കിൽ ഇവർ മഹാന്മാരായി എന്ന ദിവ്യ വെളിപാട് നിങ്ങൾക്ക് എന്തേ ഉണ്ടായത്? ഇത് സമുദായത്തോട് നിങ്ങൾ തുറന്നു പറയണം. അല്ലെങ്കിൽ ഇത് നിങ്ങൾ നിഫാഖാണ് എന്ന് സമുദായം തിരിച്ചറിയുമെന്ന് മാത്രമാണ് ഈ സമയത്ത് പറയാനുള്ളത്. ഒരു പാർട്ട് അങ്ങനെ.